ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പൊട്ടറ്റോ കടല കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കടല തലേ ദിവസം കുതിർത്തി ഉപ്പൊക്കെ ഇട്ട് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിക്കണം കേട്ടോ. നമ്മൾ പൊട്ടറ്റോ അതായത് ഉരുളക്കിഴങ്ങ് നന്നായി വേവിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഈ മസാല കൂട്ടുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മസാലക്കൂട്ട് നമ്മൾ എടുക്കുക. ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഈ മസാലക്കൂട്ടെല്ലാം നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. നമുക്ക് തന്നെ മനസ്സിലാവും മസാലക്കൂട്ട് അരച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക മണമാണെന്നുള്ളത് അല്ലേ. നല്ലൊരു കളറും കിട്ടും, നല്ലൊരു മണവും കിട്ടും. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള കടലയും ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള മസാല നമ്മൾ എടുക്കുക. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക. ഒരു കടായി വയ്ക്കുക. ആ കടായിലേക്ക് നമ്മളുടെ ഏത് എണ്ണയാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ എണ്ണ ചൂടായി കഴിഞ്ഞാൽ ജീരകവും കടുകും ഇടുക. നമ്മൾ അരച്ച് വെച്ച മസാല പേസ്റ്റ് ഉണ്ടല്ലോ അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറണ വരെ, അതായത് ആ എണ്ണ തെളിയണ വരെ നമ്മളൊന്ന് ആക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കടലയും പൊട്ടറ്റുണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുക. നമുക്ക് എത്രയാണോ കൺസിസ്റ്റൻസി ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ അതൊന്ന് അടച്ച് ലോ ഫ്ലെയിമിൽ വെക്കുക. ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ കടലേക്കും ഉരുളക്കിഴങ്ങിലേക്കൊക്കെ ആ മസാല കയറി പിടിച്ചോളൂ കേട്ടോ. നന്നായി അടച്ച് ലോ ഫ്ലെയിമിൽ വെക്കുക. ഇത് നോക്കൂ, അതിൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നില്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട് എന്നുള്ളത്. കാണാൻ തന്നെ എന്തൊരു ഭംഗിയെ നോക്കൂ, നല്ല മണമാണ് അല്ലേ നമ്മൾ ഈ മസാലയൊക്കെ നമ്മൾ അരച്ചെടുക്കുമ്പോൾ. എന്നിട്ട് നമുക്ക് മല്ലിയില കറിവേപ്പിലേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇത് ചപ്പാത്തിക്ക്, ദോശയ്ക്ക്, അപ്പത്തിന്, പുട്ടിന്, ഇഡ്ഡലിക്കൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഈ മസാലക്കൂട്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, നല്ല മണമുള്ള നല്ല ഈ കൂട്ട് എല്ലാ കുട്ടികൾക്കും ഇഷ്ടാവും. അടുത്ത വീട്ടിൽ കാണുന്നവരെ ബൈ ബൈ, താങ്ക് യു.